അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ വീടെടുക്കാൻ തുടങ്ങുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ പെർമിറ്റ് പ്രശ്നങ്ങൾ, അതായത് വീടിൻ്റെ പെർമിറ്റ് പ്രശ്നങ്ങളായിട്ട് വീട് നിർത്തിവെച്ച കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടെടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്നതാണ്, വീടെടുക്കാൻ ആദ്യം നമ്മൾ സ്ഥലം ശരിയാക്കി കഴിഞ്ഞാൽ, സ്ഥലത്തിൻ്റെ പേപ്പറൊക്കെ റെഡിയാണോ എന്ന് നോക്കി നമ്മളൊരു സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ കൈമാറി വന്ന സ്വത്താണെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടെല്ലാം നമ്മൾ പ്ലാൻ ഓക്കെ ആണെങ്കിൽ, പ്ലാൻ ഓക്കെ ആയി കഴിഞ്ഞാൽ, അതായത് ഫൈനൽ പ്ലാൻ ആയി കഴിഞ്ഞാൽ നമ്മളതിന് പെർമിറ്റ് എടുക്കുക എന്നുള്ള പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ പെർമിറ്റ് എടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ വീട് പണി തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തറ വരെ നമുക്ക് വീട് പണി, ഇപ്പോൾ പഞ്ചായത്തുകളാണെങ്കിൽ തറ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. തറൻ്റെ മേലെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ റെഗുലൈസേഷനൊക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല, നമ്മൾ പല ആളുകളും തറയിൽ തന്നെ നിന്ന് പോകുന്ന വീടുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾ വിളിച്ചു, അപ്പോൾ അവർക്ക് വീടിന് എന്തെങ്കിലും തടസ്സമുണ്ടോ, അവർ പെർമിറ്റ് വീട് തറ ചെയ്തിട്ട് പെർമിറ്റിന് കൊടുത്തിട്ട് എത്രയായിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ പെർമിറ്റിന് കൊടുത്ത് കിട്ടാത്തതൊന്നും ഒരു തടസ്സമല്ല. കാരണം എന്ന് വെച്ചാൽ കൃത്യമായ നമുക്കൊരു KBR ചട്ടമുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ 2008 വരെ നമ്മൾ അങ്ങനെ പഞ്ചായത്ത് കൊടുക്കാറില്ലായിരുന്നു. പിന്നീട് കംപ്ലീഷൻ ആയതിൻ്റെ ശേഷമായിരുന്നു ചില പഞ്ചായത്തുകളൊക്കെ ഗ്രേഡഡ് പഞ്ചായത്തിൽ വാങ്ങിയിരുന്നത്. പിന്നീട് നമ്മൾ 2008 മുതൽ നമ്മൾ പഞ്ചായത്തിലേക്ക് പ്ലാൻ കൊടുത്തുകൊണ്ട് പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സങ്കേതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴിയായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഏപ്രിൽ മുതൽ നമ്മൾ K-സ്മാർട്ട് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറി. അപ്പോൾ ഏത് സംവിധാനത്തിലാണ് നമ്മൾ പ്ലാൻ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഒരു ചട്ടമുണ്ട്. കേരള മുനിസിപ്പൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ആക്ട് പ്രകാരം വീട് ചെയ്യേണ്ട ഓരോ വീടിനും വിടേണ്ട ഓഫ് സെറ്റുകളും, അതായത് ഓരോ സൈഡിൽ നിന്ന് വിടേണ്ടത്, പിന്നെ ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് വീട് എടുക്കാൻ പറ്റും. ഇപ്പം അതിന് CRZ നിയമമുണ്ട്, അതായത് നദീതല സംരക്ഷണ നിയമമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു വെറ്റ് ലാൻഡ് നിയമമുണ്ട്, അതായത് തരം മാറ്റേണ്ടതുണ്ടാവും. വെറ്റ് ലാൻഡ് കൃഷിഭൂമിയായി ഡാറ്റാ ബാങ്കിൽ പെടാത്ത സ്ഥലങ്ങളാണെങ്കിൽ അത് നമുക്ക് 1200 സ്ക്വയർ ഫീറ്റ് വരെ ചെയ്യാൻ പറ്റും. ഡാറ്റാ ബാങ്കിൽ പെട്ട സ്ഥലങ്ങളാണെങ്കിൽ വീടെടുക്കാൻ പറ്റില്ല. 1200 സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ ഡാറ്റാ ബാങ്കിൽ പെടാത്ത സ്ഥലങ്ങളാണെങ്കിൽ അത് തരം മാറ്റി കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വീട്, പക്ഷേ ഇതൊന്നും ചെയ്യാതെ നമ്മളെ സ്ഥലത്ത് നേരെ പോയി ഒരു തറയിട്ട് എല്ലാ ചട്ടങ്ങളും വയലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പെർമിറ്റിന് കൊടുത്താൽ നമുക്കത് കിട്ടില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എനിക്കത് കിട്ടിയില്ല, ഇത് തടസ്സമാണോ, ഇത് കിട്ടിയില്ല, അത് തടസ്സമാണോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് കൊണ്ടോട്ടി പോയാൽ എൻ്റെ കാര്യം നടക്കുള്ളൂ. ഞാൻ കൊണ്ടോട്ടി എത്തണ്ടേ? പറമ്പിൽ പീടി നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യം നടന്നില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പം ഈ വിളിച്ച ആളോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾക്ക് കുറേ വയലേഷൻ ഉണ്ട്. തരം മാറ്റണമെന്നുണ്ട്, പിന്നെ അത് CRZൻ്റെ വയലേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല. അല്ല, അതൊക്കെ അന്ന് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെ പഞ്ചായത്തല്ലേ മറ്റല്ലേ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതല്ല, നമ്മൾ ഏത് കാര്യം എന്താണോ നിയമം അനുശാസിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ സ്ഥലമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സർക്കാരിൻ്റെ നിയമങ്ങളുണ്ട്, ആ നിയമം പാലിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പെർമിറ്റ് കിട്ടാതെ എടുത്ത വീടുകളുണ്ട്, അതിൽ താമസിക്കാൻ നമ്പർ കിട്ടാത്തതുണ്ട്. ഇപ്പോൾ അതിൻ്റെ മേലേക്ക് എടുക്കാൻ തറ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് എടുക്കാത്ത കുറേ ആളുകളുണ്ട്. അതായത് എടുക്കാൻ പറ്റുന്നില്ല, എടുക്കണമെങ്കിൽ പെർമിറ്റ് കിട്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇവരെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ തറ ആയതിനു ശേഷം നമുക്ക് പെർമിറ്റ് എടുക്കാം. അപ്പോൾ ഒരു പ്ലാൻ ആക്കുന്നു, കുറ്റിയടിക്കുന്നു, ശരി കൃത്യമായ ഓഫ്സെറ്റോ അല്ലെങ്കിൽ എന്താണ് അവിടെ CRZ നിയമമാണോ അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് നിയമമാണോ അതൊന്നും പാലിക്കാതെ തറ ചെയ്തു. ഇപ്പോൾ ഒരിക്കൽ അതൊക്കെ ചെയ്യുമ്പോൾ അതിന് തടസ്സങ്ങൾ, അപ്പോൾ അത് നമുക്ക് തടസ്സങ്ങളാണ് അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിലാണ് നമുക്കത് തടസ്സമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വീടെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥലം എടുക്കുന്ന സമയത്ത് തന്നെ ആ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് ആദ്യം നോക്കണം. ഡോക്യുമെൻ്റ് കൃത്യമായിട്ടൊരു വക്കീലിനെ ഏൽപ്പിച്ച് അതിൻ്റെ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റും ആ ഉടമസ്ഥനിൽ തന്നെ, അതായത് ആരാണോ നമുക്ക് സ്ഥലം തരുന്ന ആൾ അയാളോട് തന്നെ ശരിയാക്കിക്കാനുള്ള ശ്രമം നടത്തണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓടേണ്ടി വരും. ചിലതൊക്കെ വർഷങ്ങൾ കഴിയും തോറും ഒരുപാട് ബുദ്ധിമുട്ടാവും. ചിലതിലൊക്കെ മൈനർ പ്രശ്നങ്ങളുണ്ടാവും, ചിലതിലൊക്കെ അവകാശമുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 2 ഭാര്യമാരൊക്കെ ഉണ്ട്, ഒന്നിൽ കുട്ടികളില്ല പോലെ ഏതെങ്കിലുമൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോലും അവരുടെ അവകാശ സർട്ടിഫിക്കറ്റ്
കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യങ്ങളായിരിക്കും, ടൈം എടുക്കും. നല്ല ഗവൺമെൻറ് സർക്കാർ ഓഫീസുകൾക്ക് നടന്ന് തുടങ്ങിയാലുള്ള അവസ്ഥ അപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മളൊരു സ്ഥലം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൃത്യമായ രേഖകൾ അവരോട് തന്നെ നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പറയണം. ഇനി പേപ്പർ കൊണ്ടുവന്നാൽ അത് ശരിയാണെങ്കിൽ നമ്മൾ വാങ്ങാം എന്ന് തന്നെ പറയണം. അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ കൈമാറി വരുന്ന കുടുംബസ്വത്താണെങ്കിൽ നമ്മളെ കുടുംബസ്വത്തിന് ഒക്കെ മതിയായ രേഖകളുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നതിൻ്റെ ശേഷമാണ് അത് ഓഹരി വെക്കേണ്ടത്. അപ്പോൾ അത് എല്ലാവരുടെ ഉത്തരവാദിത്തമായിരിക്കും. എല്ലാവർക്കും അത് തുല്യ ഉത്തരവാദിത്തത്തിൽ എല്ലാ പേപ്പറും ശരിയാക്കിയതിൻ്റെ ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ അതൊന്നും ചെയ്യാതെ അവസാന നിമിഷം കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ആധാരത്തിൽ പ്രശ്നം മറ്റും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ നമുക്കറിയുന്ന റോഡ് സൈഡിൽ തന്നെയുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് അവർക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ വിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിപ്പോൾ 11 കൊല്ലമായി അവർക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല. എന്താ പ്രശ്നം? അത് അവരുടെ പിന്നെ ഒരു എളാപ്പാൻ്റെ എന്തോ ഒരു മൈനർ ഇഷ്യൂ ഉണ്ടായി. ഇവർക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഓഹരി വെച്ചുകൊണ്ട് ഉള്ളൊരു പ്രശ്നം. ആ പേപ്പർ ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ അതൊക്കെ കേസിന് പോയിട്ടും കാര്യമില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മളെ നാട്ടിലെ സിവിൽ കേസുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല സമയമെടുക്കും. അപ്പോൾ നമ്മൾ കേസ് കൊടുത്താൽ നമ്മളെ പേരക്കുട്ടിയൊക്കെ ആയിരിക്കും അത് വിധിയാവുക. അപ്പോൾ അതൊക്കെ ഒരു രമ്യമായ രീതിയിൽ പരിഹരിക്കുക. പിന്നെ ഓരോ കൊല്ലം കൂടുന്തോറും നമുക്ക് അതിനൊക്കെയുള്ള രേഖകളൊക്കെ കിട്ടാതെക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പരിഗണിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. വീടുകൾ അതേപോലെ ഇനിയിപ്പോൾ പെർമിറ്റിന് കൊടുക്കുകയാണെങ്കിലും അല്ലാത്ത രേഖകളാണെങ്കിലും ശരി, നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു സ്ഥലം എടുക്കുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ അത് തരം മാറ്റേണ്ടതുണ്ടോ, അതേപോലെ അത് വെറ്റ്ലാൻഡിൽ പെട്ടതാണോ, ഡാറ്റാ ബാങ്കിൽ പെട്ടതാണോ, ഇനി അതല്ല വേറെ എന്തെങ്കിലും സർക്കാരിൻ്റെ വേറെ എന്തെങ്കിലും ഇതിൽ പെട്ടതാണോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് വന്നിട്ട് പിന്നെ തടസ്സം എന്ന് പറയുന്നിട്ട് ഒരർത്ഥമില്ല. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീടെടുക്കുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പെർമിറ്റൊക്കെ കിട്ടി, കൃത്യമായ ഓഫ്സെറ്റുകളൊക്കെ വിട്ട് പെർമിറ്റൊക്കെ കിട്ടിയതിന് ശേഷം വീടെടുക്കാൻ ശ്രമിക്കാം. ഇനി വേറെ ഇതിലൊരു കാര്യം കൂടിയുണ്ട്. പെർമിറ്റൊക്കെ കിട്ടുമ്പോൾ വീടെടുക്കും. ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റും പെർമിറ്റ് ആക്കും വീടെടുക്കും. പിന്നെ വീടെടുത്ത് വരുമ്പോൾ 4000 സ്ക്വയർ ഫീറ്റ് ആവും. അപ്പോൾ അത് റെഗുലേഷൻ ചെയ്യേണ്ടി വരും, അതിൻ്റെ ഫൈൻ അടക്കേണ്ടി വരും. ചിലപ്പോൾ വയലേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ നിയമത്തിൻ്റെ ഓഫ്സെറ്റ് വിടുന്നതിൻ്റെ വയലേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊളിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇതാക്കുന്നതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു വീടിന് നമ്പർ കിട്ടാൻ അതിൻ്റെ ഒക്യുപ്പൻസി കാര്യങ്ങൾ ശരിയായാൽ മതി. അതായത് മുന്നിലും പിന്നിലും അടച്ചുറപ്പുള്ള ഡോറ്, ഏണിക്ക് കൈവരി, ഒരു കക്കൂസ് ഉണ്ടായാൽ നമുക്ക് നമ്പർ കിട്ടും. ഓൾറെഡി പെർമിറ്റ് ഇട്ട വീടാണെങ്കിൽ നമുക്ക് നമ്പർ കിട്ടും. അല്ലെങ്കിൽ പെർമിറ്റ് ആൻഡ് റെഗുലേഷൻ ചെയ്യുക, ബാക്കി വയലേഷൻ ഒന്നും ചെയ്യാതിരിക്കും. നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ടൈൽസ് ഇടണോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ പണികൾ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമ്പർ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി ഒക്യുപ്പൻസിക്ക് ഓക്കെയാണ് ആ വീട് എന്നുണ്ടെങ്കിൽ നമുക്ക് സർക്കാർ അതിന് നമ്പർ അനുവദിക്കും. പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതല്ലാതെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫുൾ വയലേഷൻ ചെയ്തതിൻ്റെ ശേഷം പിന്നീട് എനിക്കതില്ല ഇതില്ല ആ തടസ്സം ഈ തടസ്സം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കൃത്യമായ പേപ്പറൊക്കെ സർക്കാരിൻ്റെ നിയമങ്ങളനുസരിച്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തും. പറമ്പിൽ പീടികയാണ് നമ്മളെ സ്ഥാപനം. അപ്പോൾ ഇങ്ങനത്തെ പിന്നെ കൃത്യമായി ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളാദ്യം സ്ഥലം വന്ന് നോക്കി എങ്ങനെയാണ് ഈ സ്ഥലത്ത് വീട് പറ്റുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അത് നിങ്ങളായിട്ട് പറഞ്ഞെന്ന് എന്നതിൻ്റെ ശേഷം നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരിഗണിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയും. എന്നതിൻ്റെ ശേഷം നമ്മൾ വീട് ഒരു പ്ലാൻ ചെയ്യും. എന്നിട്ട് നിങ്ങളത് വന്ന് നോക്കി അതിലേക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ കൃത്യമായി ഓഫ്സെറ്റ് വിടുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കുറ്റിയടിക്കുമ്പം നമ്മളെന്തായാലും ഓഫ്സെറ്റ് വിട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. പ്ലാൻ നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ എത്ര വട്ടം നമുക്ക് മാറ്റേണ്ടതുണ്ടോ അങ്ങനെ മാറ്റാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മളെ സ്ഥാപനം പറമ്പിൽ പീടിക എന്ന് പറയും, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, അതേപോലെ ഈ ചേളാരി യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഒരു 4-5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിന് സമീപിക്കാവുന്നതാണ്. ഇപ്പം ഒരു 10-30 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് അടക്കമുള്ള കാര്യങ്ങൾ, മുനിസിപ്പാലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ദൂരം കൂടുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദൂരത്തിനനുസരിച്ചുള്ള എക്സ്പെൻസും നിങ്ങൾക്കാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. തങ്ങൾ ഹോംസ് എന്നാണ് നമ്മളെ സ്ഥാപനത്തിൻ്റെ പേര്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിൽ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീടെടുക്കാൻ ശ്രമിക്കുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.